എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കണത് എൻ്റെ മക്കോട്ടദേവ മരത്തിൻ്റെ അടുത്താണ്. അപ്പം മക്കോട്ടദേവ എന്ന് പറഞ്ഞാൽ പ്രമേഹ രോഗത്തിനൊക്കെയാണ് നമ്മ ഇതിൻ്റെ കായ ഉപയോഗിക്കണത്. നമ്മ പച്ചനെ തന്നെ കഴിക്കണ ഫ്രൂട്ടൊന്നല്ല കേട്ടോ മക്കോട്ടദേവ. നമ്മ ഇത് ഉണക്കിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അപ്പം മക്കോട്ടദേവയുടെ തൈ കണ്ട ഇതേപോലെയാണ് തൈ ഇരിക്കണത്. ഇതിൻ്റെ ഫ്ലവർ കണ്ട, ഫ്ലവർ ഇതേപോലെയാണ്, നിറച്ച് ഫ്ലവർ ഉണ്ടാവട്ടെ, നിറച്ച് കായം ഉണ്ടാവും. ഇത് നമ്മുടെ കേരളത്തിലെ ഉണ്ടായ പ്ലാന്റ് ഒന്നും അല്ല. ഇതൊരു ഇന്തോനേഷ്യ, മലേഷ്യയിലൊക്കെ ആണ് ഇത് വ്യാപകമായിട്ട് കൃഷി ചെയ്യണത്. ഇപ്പം കേരളത്തിൽ ഇത് കൃഷി ചെയ്ത് വരുന്നുണ്ട്. അപ്പം പ്രമേഹ രോഗത്തിനാണ് നമ്മ ഇത് ഉപയോഗിക്കണത്. അപ്പം ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട, ഇത് പഴുക്കണേക്ക് മുമ്പ് ഇതിന് പച്ച കളറായിരിക്കുള്ളൂ, പിന്നെ നല്ല റെഡ് കളറായിരിക്കുള്ളൂ. കായകൾ കണ്ട, കായകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ നമ്മൾ ഒരിക്കലും ഇത് പച്ചക്ക് എടുത്ത് കഴിക്കാൻ പാടില്ല. നമ്മ ഇതിനെ ഉണക്കിയിട്ട് കുറേ ചെറിയ ചെറിയ പീസുകളാക്കി അരിഞ്ഞുണക്കുക. എന്നിട്ട് അരിഞ്ഞുണക്കിയിട്ട് ആ ഒരു പീസ് ഒരു 1.5 ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് 1 ഗ്ലാസ് ആക്കി വെച്ചിട്ട് വേണം നമ്മൾ കുടിക്കാനായിട്ട്. അത് നമ്മൾ സ്ഥിരമായിട്ട് പതിവായിട്ട് നമ്മൾ കുടിക്കൊന്നും വേണ്ട, ഒരു 5-6 ദിവസം നമ്മൾ അടുപ്പിച്ച് കുടിക്കുക. അപ്പോൾ കുടിക്കണേക്ക് മുമ്പ് നമുക്ക് ഷുഗറിൻ്റെ ലെവലൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞിട്ട് പിന്നെ കുടിച്ച് കഴിഞ്ഞിട്ട് നോക്കുക. സ്ഥിരമായിട്ട് ഉപയോഗിക്കണത് നല്ലതല്ലെന്നും പറയണ്ടിട്ട് ഇപ്പം. പിന്നെ നമുക്കിത് അധികം സൂര്യപ്രകാശമുള്ള സ്ഥലമൊന്നും വേണ്ട നമുക്ക് നട്ടു വളർത്താനായിട്ട്. വലിയ പരിചരണത്തിൻ്റെ ആവശ്യവുമില്ല നട്ടു വളർത്താനായിട്ട്. നമുക്ക് തണലുള്ള ഭാഗത്തൊക്കെ നമുക്ക് നട്ടു വളർത്താൻ പറ്റിയ ചെടിയാണ്. കാണാൻ നല്ല ഭംഗിയാണ്. ഈ കായകളൊക്കെ ഉണ്ടായി കിടക്കണ, പച്ച പഴുത്തതായ കായകളൊക്കെ ഉണ്ടായി കിടക്കണ കാണാൻ നല്ലൊരു ഭംഗിയാണ്. അപ്പം നമുക്കിതിൻ്റെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ, ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ കായ ഉണ്ടാവും. ആ കായ പാകി മുളപ്പിച്ചിട്ടാണ് നമ്മൾ പുതിയ തൈ ഉണ്ടാവണത്. അപ്പോൾ ആ തൈ നട്ടാൽ മതി, അല്ലാണ്ട് ലെയർ ചെയ്ത തൈ ഒന്നും വേണമെന്നില്ല. ഈ കുരുപാകി മുളപ്പിച്ച തൈ നട്ടാൽ തന്നെ ഒരു 2 വർഷത്തിനുള്ളിൽ തന്നെ കായ ഉണ്ടാവണമാണ്. പെട്ടെന്ന് തന്നെ ഫ്രൂട്ട് ഉണ്ടാവണ മരമാണ് മക്കോട്ടദേവ. നമുക്ക് വലിയ പരിചരണമൊന്നും വേണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഔഷധ ചെടികളൊക്കെ നട്ട് വളർത്തണ കൂട്ടത്തിൽ നമ്മൊരു മക്കോട്ടദേവയും കൂടെ എല്ലാവരും വെച്ച് പിടിപ്പിക്കാം. അപ്പോൾ മക്കോട്ടദേവ കണ്ട ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഇതേപോലെയാണ് ഇരിക്കണത്. അപ്പോൾ നമ്മൾ കണ്ട ഇതേപോലെയാണ് ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് നമ്മൾ അരിഞ്ഞ് ഉണക്കണ്ട. കണ്ട എന്നിട്ട് ഇതേപോലത്തെ ചെറിയ പീസ് ഉപയോഗിച്ചാൽ മതിയായിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കാനായിട്ട്. ഇത് നന്നായിട്ട് ഉണക്കാം, വെയിലിലിട്ട് നന്നായിട്ട് ഇതേപോലെ ചെറിയ പീസാക്കി ഉണക്കി കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു ഗ്ലാസ് ടിന്നിലിട്ട് അടച്ച് മൂടി വെക്കാം. ഫംഗസ് ഒന്നും വരാൻ പാടില്ല. എന്നിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയതാണ് ഈ മക്കോട്ടദേവയൊക്കെ. വലിയ ഒരു പരിചരണങ്ങളുടെ ആവശ്യങ്ങളും ഇല്ല. പിന്നെ നമുക്ക് വല്ലപ്പോഴും വല്ല ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. വലിയ വളപ്രയോഗം ചെയ്തില്ലെങ്കിൽ തന്നെ നന്നായിട്ട് വളരണതാണ്. വേനൽക്കാലത്ത് നമുക്കൊന്ന് നനച്ചും കൊടുത്താൽ മതി. എല്ലാ ദിവസവും നനക്കണമെന്നില്ല, ആഴ്ചയിൽ 2 ദിവസം നനച്ചു കൊടുത്താൽ മതി. കീടങ്ങളുടെ ശല്യങ്ങൾ ഒട്ടും തന്നെ ഇല്ലാത്ത ചെടിയാണ് മക്കോട്ടദേവ. കീടങ്ങളുടെ ആക്രമണങ്ങളൊന്നുമില്ല, അതുകൊണ്ട് നമുക്കൊന്നും തന്നെ സ്പ്രേ ചെയ്യണതായിട്ടൊന്നും വരാറില്ല. പിന്നെ തൈകളൊക്കെ നമുക്ക് ഇന്ന് നഴ്സറികളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും മക്കോട്ടദേവയുടെ തൈകളൊക്കെ. പിന്നെ മക്കോട്ടദേവ ഉള്ളിടത്ത് നിങ്ങൾക്ക് കായ കിട്ടുമെങ്കിൽ ആ കായ നമുക്ക് ഭാഗ്യം മുളപ്പിച്ചിട്ട് അതിൽ നട്ടു കൊടുക്കാം. അപ്പോൾ ആ തൈകളൊക്കെ മേടിച്ച് ഔഷധ ചെടികളും മറ്റുള്ള ചെടികളൊക്കെ നടണ കൂട്ടത്തിൽ നമുക്കൊരു മക്കോട്ടദേവയുടെ തൈയും കൂടി എല്ലാവരും വെച്ച് പിടിപ്പിക്കണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.